പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അഭിഭാഷകനാകാനുള്ള പഠനമൊക്കെ കഴിഞ്ഞ കാലത്ത് എൻറോൾ ചെയ്തെങ്കിലും കേസ് വിടാനുള്ള മടി കാരണം പ്രാക്ടീസ് ചെയ്യാൻ അദ്ദേഹം പോയിരുന്നില്ലത്രേ. വീട്ടുകാർ പറഞ്ഞിട്ടും മൊത്തത്തിൽ ഇങ്ങനെ ഉഴപ്പി നടക്കുകയായിരുന്നു. വക്കീൽ ഓഫീസ് എല്ലാം നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. പക്ഷേ 5-6 മാസത്തോളമായി ആ വഴിക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ആ ഇടയ്ക്കാണ് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന സിനിമ കാണുന്നത്. സന്ദേശം എന്ന സിനിമയുടെ അവസാനം ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രം എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും നിർത്തിവെച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. അന്ന് ആ സിനിമ കണ്ടതിൻ്റെ പിറ്റേന്ന് അദ്ദേഹം വക്കീൽ ഓഫീസിൽ പോയി തുടങ്ങി. പിന്നീട് ആ ഓഫീസിൽ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തു. രാഷ്ട്രീയത്തിൽ സജീവമായപ്പോഴും ലീഗലായിട്ടുള്ള പല കാര്യങ്ങളിലും നിയമനിർമ്മാണത്തിൽ ഇടപെടുന്നതിലുമൊക്കെ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തതിൻ്റെയൊക്കെ ഒരു പരിചയ സമ്പത്തുണ്ട്. അത് പിൻബലമായി എന്നൊക്കെയാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ കഥ പറയാൻ കാരണം വി ഡി സതീശൻ എന്ന നമ്മുടെ നേതാവിൻ്റെ ജീവിതത്തിൽ ഒരു സത്യൻ അന്തിക്കാട് സിനിമ സൃഷ്ടിച്ച സ്വാധീനം വളരെ വലുതാണെന്ന് ഓർമ്മിപ്പിക്കാനാണ്. കഴിഞ്ഞ 44 വർഷമായി സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ മലയാളികളുടെ നിത്യജീവിതത്തിൽ ഇടപെട്ടും പകർത്തി എഴുതിയും നമുക്കിടയിലുണ്ട്. വളരെ സാധാരണമായ ജീവിതങ്ങളും അതിൻ്റെ രസച്ചാർത്തും വൈകാരികതയും ഒക്കെ ആയിരുന്നു സത്യൻ അന്തിക്കാട് സിനിമകളുടെ എക്കാലത്തെയും മുഖമുദ്ര. ഇന്ന് മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ സത്യൻ അന്തിക്കാടിന് 70ാം പിറന്നാൾ ദിനമാണ്. മലയാളിയുടെ ഉമ്മറത്ത് നിലവിളക്കിൻ്റെ വെട്ടവും തുളസിത്തറയുടെ നന്മയും ഒക്കെ ഇപ്പോഴും ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും ഗംഭീരമായത്. അതാണ് കേരളം എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ മലയാളിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ അഖിലും അനൂപും അച്ഛൻ്റെ അതേ പാതയിൽ ഇപ്പോൾ സംവിധായകരായി അടയാളപ്പെടുത്തുന്നുമുണ്ട്. നന്മ സിനിമകൾ എന്ന മട്ടിൽ അത് ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്, ധാരാളമായി സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു സിനിമ അത് നിവിൻ പോളിയുടെ തിരിച്ചുവരവ് കൂടിയാണ്. അത് വലിയ വിജയം തിയേറ്ററിൽ നേടുന്നുമുണ്ട്. ശുദ്ധമായ മലയാളത്തിൽ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ നമുക്ക് ഒപ്പം നമ്മളെ പഠിപ്പിച്ച നമ്മുടെ കൂടെ നിന്ന ആളാണല്ലോ എന്തായാലും പ്രിയപ്പെട്ട സത്യൻ അന്തിക്കാട്. ന്യൂസ് മലയാളത്തിൻ്റെ ജന്മദിനാശംസകൾ അദ്ദേഹത്തോട് പറയാനാണ് ഇത്രയും കഥ ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായി നോക്കിയാൽ എനിക്കിപ്പോൾ സന്ദേശം എന്ന സിനിമയെ ഞാൻ കാണുന്നത് ഒരു അരാഷ്ട്രീയ സിനിമയായി തന്നെയാണ്. പക്ഷേ അത് പലരിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അങ്ങനെയൊക്കെയുള്ള ഒരു അരാഷ്ട്രീയത ഒരു വശത്ത് പറഞ്ഞു വയ്ക്കുമ്പോഴും അതിനൊന്നും മലയാളി വീണുപോയിട്ടില്ല. മലയാളി ഇത് ആസ്വദിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ ആ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മലയാളി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്, രാഷ്ട്രീയ ബോധമുള്ളവരായി നിൽക്കുന്നത്. അത് ആത്യന്തികമായി പലരെയും പലതരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവാം ഇത്തരം സിനിമകളൊക്കെ, സന്ദേശം പോലെയുള്ള സിനിമകളൊക്കെ. പക്ഷേ ഈ പറയുന്നത് പോലെ അരാഷ്ട്രീയതയുടെ തലം തീർച്ചയായും ആ സിനിമയിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കേതായാലും ഇപ്പോൾ അതൊന്നും അല്ല നമ്മളുടെ വിഷയം. എന്താണ് നമ്മുടെ വിഷയം? സത്യൻ അന്തിക്കാടിൻ്റെ ജന്മദിനമാണെന്ന് അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു.